ഗുഡ് ഈവനിംഗ്, നമസ്കാരം. പ്രിയ പ്രേക്ഷകർക്ക് ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. രാഹുൽ ഗാന്ധിയെക്കുറിച്ചാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പാർലമെന്റിന് പുറത്തുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞതാണ്, കണ്ടതാണ്. അംബേദ്കർ വിരുദ്ധ പരാമർശം നടത്തിയ അമിത്ഷായ്ക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഇന്ത്യ സഖ്യം കഴിഞ്ഞ ദിവസം നടത്തിയത്. അപ്പോൾ പാർലമെന്റിലേക്ക് നടത്തിയ മാർച്ച് BJP MPമാർ തടയുകയും അത് ഒരു ഉന്തും തള്ളിൽ ഉണ്ടായി ഒരു വലിയ പ്രശ്നത്തിലേക്ക് പോവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. ഗുരുതര വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, BJPയുടെ ഒരു MPയുടെ പരാതിയിൽ വനിതാ കമ്മീഷനും രാഹുൽ ഗാന്ധിക്കെതിരെ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. പക്ഷേ മറുവശത്ത് കോൺഗ്രസ് നൽകിയ പരാതി മൈൻഡ് ചെയ്യുന്നുമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അജിൻസുയുടെ രാഹുലിനെതിരെ കേസെടുക്കുന്നത് ആദ്യമായിട്ടല്ല. കോലാറിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ പേരിൽ നമുക്കറിയാം MP സ്ഥാനം വരെ പോയിട്ടുണ്ട്. പക്ഷേ തിരിച്ച് ഇങ്ങോട്ടുള്ള രാഹുലിൻ്റെ ഒരു തിരിച്ചുള്ള രാഷ്ട്രീയ യാത്രയ്ക്ക് അതൊരു ഊർജ്ജവും കരുത്തുമായിട്ടുണ്ട്. അതേപോലെ കേസെടുക്കും തോറും അല്ലെങ്കിൽ അടിച്ചൊതുക്കാൻ ശ്രമിക്കും തോറും രാഹുൽ കൂടുതൽ കരുത്തനാവുകയാണോ? ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അഭിനയം വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ചും BJPയെ സംബന്ധിച്ച് അഭിനയം വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. ഈ അഭിനയം പാളിപ്പോയി കഴിഞ്ഞാൽ അവർ അതുവരെ കെട്ടിപ്പൊക്കൊണ്ടുവന്ന പൊളിറ്റിക്സ് മൊത്തം അടപടലം താഴെ വീഴും. അതിൻ്റെ ഒരു സ്റ്റേജ് ഷോയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പാർലമെൻറ്റിൽ കണ്ടത്. അതിൻ്റെ കാരണം വെച്ചാൽ അംബേദ്കറെ അപ്രോപ്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് BJPയെ സംബന്ധിച്ച് വലിയ ചലഞ്ചാണ്. കാരണം അതൊരു റീസെൻറ്റ് ഹിസ്റ്ററിയാണ്. അംബേദ്കർ ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം മരിച്ചുപോയ ഒരു മനുഷ്യനാണ്. ഇന്ത്യൻ ഭരണഘടന എഴുതിയൊരു മനുഷ്യനാണ്. ആ ഭരണഘടനയ്ക്കെതിരെയും അംബേദ്കർക്കെതിരെയും സംഘപരിവാറും RSSും എന്ത് നടപടിയാണ് സ്വീകരിച്ചത്, എന്ത് നിലപാടാണ് സ്വീകരിച്ചത് എന്നുള്ളത് എഴുതപ്പെട്ട ചരിത്രമാണ്, ഡോക്യുമെൻറ്റഡ് ഹിസ്റ്ററിയാണ്. അപ്പോൾ അതും ഡിലീറ്റ് ചെയ്തുകൊണ്ട് അംബേദ്കർ അപ്രോപ്രിയേറ്റ് ചെയ്യുക, അംബേദ്കറെ തങ്ങളുടെ ആളാക്കി മാറ്റുക എന്നുള്ളൊരു തന്ത്രമാണ് ഏതാണ്ട് 90കൾ മുതൽ ശ്രമിക്കുന്നത്, RSS ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് അവർ ചരിത്രം തിരുത്തി എഴുതുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ അദ്ദേഹം ആദ്യ ക്യാബിനറ്റിൽ നിന്ന് രാജിവെച്ചു കൊണ്ടുകൊടുത്ത റെസിഗ്നേഷൻ ലെറ്റർ നമ്മുടെ ഇപ്പോൾ ആർക്കൈവ്സിലില്ല. അത് എന്തിന് രാജിവെച്ചു എന്നുള്ളത് ചരിത്രത്തിൽ തമസ്കരിക്കാൻ വേണ്ടി ആ രേഖ തന്നെ അവിടെ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പല കളികളും കളിക്കുന്നുണ്ട്. അപ്പോഴാണ് അമിത്ഷായുടെ ഉള്ളിൽ നിന്നൊരു ഫ്രോയിഡിയൻ സ്ലിപ്പ് പുറത്തു വരുന്നത്. ആ പ്രസംഗത്തിൽ നമ്മൾ കേട്ടതാണ്. അപ്പോൾ അതുണ്ടാക്കിയ ഡാമേജ് ചെറുതല്ല എന്ന് പറയാൻ കാരണം ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന പേരിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, OBC വിഭാഗങ്ങളെ BJPയിലേക്ക് അടുപ്പിക്കുക, അവർക്ക് പരമാവധി സീറ്റ് കൊടുക്കുക, അവരെ ജയിപ്പിച്ച് MP ആക്കുക. ഇതൊരു BJP വളരെ വിജയകരമായി പരീക്ഷിച്ച് വിജയിച്ചൊരു തന്ത്രമായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വിരാട് ഹിന്ദു സൊസൈറ്റി എന്നതിനെക്കുറിച്ച് RSS പറയുന്നതിനെ രാഷ്ട്രീയമായി ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് BJP അതിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഒരു കീഴാള വിരുദ്ധ പാർട്ടിയാണ് എന്ന അവരുടെ ഇമേജ് അവർ മാറ്റിയെടുക്കുന്നുണ്ട്. അത് ഉത്തർപ്രദേശിലും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും എല്ലാം, മധ്യപ്രദേശിൽ ഉൾപ്പെടെ അവർക്ക് വലിയ തോതിലുള്ള ഇലക്ട്രൽ നേട്ടം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ഈ ഐഡിയോളജി എന്ന് പറയുന്ന സാധനം വേറെയാണല്ലോ, ഉള്ളിൽ കിടക്കുന്ന ഐഡിയോളജി അറിയാതെ പുറത്തു വന്നാണ് അമിത്ഷായുടേത്. അത് വലിയ ഡാമേജ് അവർക്ക് ഉണ്ടാക്കുമെന്ന് തിരിച്ചറിയുന്നുണ്ട്. അവർക്ക് മാത്രമല്ല, ഇപ്പോൾ അവരുടെ സഖ്യകക്ഷികളായ JDUവിന് പോലും അത് സഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അങ്ങനെ ഇരിക്കെ ആ ഡാമേജ് കൺട്രോൾ എങ്ങനെ നടത്താം എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കാണുന്നത്. അതിൽ ഏറ്റവും രസം എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഈ ഒരു സ്കഫിൾ ഉണ്ടാവുന്നുണ്ട്. അത് എവിടെയാണെന്ന് വെച്ചാൽ പാർലമെൻറ്റിൻ്റെ പ്രവേശന കവാടത്തിലേക്ക് ഇന്ത്യ മുന്നണി MPമാർ കടന്നു പോകുന്നു, അങ്ങോട്ട് കയറാൻ പോകുന്നു, സമയം തീരാൻ പോവുകയാണ്, അവർക്ക് എത്രയും പെട്ടെന്ന് എത്തുമ്പോൾ BJP MPമാർ ആ പ്രവേശന കവാടത്തിൽ ഇവരെ തടയുന്നു. അവിടെ ചെറിയ തോതിൽ ഉന്തും തള്ളും ഉണ്ടായിട്ടുണ്ട് എന്ന് രാഹുൽ ഗാന്ധിയും സമ്മതിക്കുന്നുണ്ട്, BJPയും സമ്മതിക്കുന്നുണ്ട്. ഉന്തും തള്ളുന്നുണ്ട്, അവരെ തടയുകയാണ്. തടയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സംഘർഷാവസ്ഥ ഉണ്ടാവും. ഈ സംഘർഷാവസ്ഥയിൽ രാഹുൽ ഗാന്ധി ഒരു MPയെ തള്ളി തൻ്റെ ദേഹത്തേക്ക് വീണു, ഞാൻ നിലത്ത് വീണു എന്നാണ് പ്രതാപ് സാരംഗി എന്ന് പറയുന്ന ഒഡീഷയിൽ നിന്നുള്ള BJP MP പറയുന്നത്. പ്രതാപ് സാരംഗിയെ പറ്റി വേറെയും ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. ഒഡീഷയിൽ ഗ്രഹാം സ്റ്റെയിൻസിനെയും 2 മക്കളെയും ജീപ്പിലിട്ട് ചുട്ടുകൊന്ന ബജ്രംഗ് ദൾ പ്രവർത്തകനായ ദാരാസിംഗ് ചുട്ടു. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് വധശിക്ഷ വിധിച്ചു, പിന്നെ അത് ജീവപര്യന്തമാക്കി. ആ സമയത്ത് ബജ്രംഗ് ദളിൻ്റെയും BJPയുടെയും ഹെഡായിരുന്നു ഈ പറയുന്ന പ്രതാപ് സാരംഗി. അങ്ങനെ ഒരു മനുഷ്യനാണ്. അപ്പോൾ ഞാൻ വീണു, നിലത്ത് വീണു, എൻ്റെ തലയ്ക്ക് പരിക്കേറ്റു. അദ്ദേഹം വലിയൊരു ടവൽ ഇങ്ങനെ വച്ചിട്ടാണ് വീൽ ചെയറിൽ അദ്ദേഹം ആശുപത്രിയിലേക്ക് പോകുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി ഒരു MPയെ തള്ളി, ആ MP തൻ്റെ ദേഹത്ത് വീണു, ഞാൻ മറിഞ്ഞു വീണു എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. അദ്ദേഹം ICUവിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട്. കേന്ദ്രമന്ത്രി വരെ അദ്ദേഹത്തെ സന്ദർശിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് അദ്ദേഹത്തെ കാണുമ്പോൾ ഇവിടെ ഒരു ബാൻഡേജ് മാത്രമേ വെച്ചിട്ടുള്ളൂ. അത്ര വലിയ അതിൽ ആശുപത്രിയിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ചിത്രം തലയിൽ വലിയ കെട്ട കെട്ടി ബ്രെയിൻ സർജറി നടന്ന പോലെയാണ് നമ്മൾ കണ്ടത്. യെസ്. ഇതിനിടെ മറ്റൊരു BJP MP, രാജസ്ഥാനിൽ നിന്നുള്ള മറ്റൊരു BJP MP പറഞ്ഞത്
ഞാൻ കുഴഞ്ഞു വീണു, അദ്ദേഹത്തിന് ക്ഷീണമാണ്, അദ്ദേഹവും ഐസിയുലാണ്. മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നത് മറ്റേ അദ്ദേഹത്തിൻ്റെ തലയിൽ ഇവിടെ ഒരു നീലപ്പാട്, ഇവിടെ മുഖത്തൊരു ചീക്കിൽ ഇവിടെ നീലപ്പാടുണ്ട്, അതിൻ്റെ എക്സ്റേ എടുത്ത് നോക്കണം, കവിളിൽ പൊട്ടിയിട്ടുണ്ടെന്നൊക്കെയാണ് മെഡിക്കൽ റിപ്പോർട്ട് വന്നത്. മറ്റേ പറഞ്ഞത് എനിക്ക് ക്ഷീണമാണ്, അദ്ദേഹവും ഐസിയുലാണ്. അപ്പം അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി തള്ളി എന്ന് അദ്ദേഹത്തിന് അഭിപ്രായമില്ല. അപ്പോൾ രണ്ട് ഇരകൾ രണ്ട് രീതിയിലാണ് മൊഴി നൽകുന്നത്. മാധ്യമങ്ങളോട് പറയുന്നത് രാഹുൽ ഗാന്ധി തള്ളിയിട്ടില്ല എന്നൊരാളും, മറ്റൊരാൾ ഒരു MP, ആ MP ഏതാണെന്ന് പ്രതാപ് സാരംഗി പറയുന്നുമില്ല, ആരെ തള്ളിയിട്ടാണ് വീണതെന്ന് പറയുന്നുമില്ല. അതേസമയം മല്ലികാർജുൻ ഖാർഗെ മാൻ ഹാൻഡിൽ ചെയ്തു എന്ന ഒരു പരാതി കോൺഗ്രസ് പോലീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ഉന്തും തള്ളുണ്ടായെന്നുള്ള സത്യമാണ്. എൻ്റെ ചോദ്യം ഇതാണ്, ഈ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കുറച്ച് യുവാക്കൾ പുതിയ പാർലമെന്റ് മന്ദിരത്തിലേക്ക് അകത്തേക്ക് കയറി അവരൊരു സ്മോക്ക് ബോംബൊക്കെ പൊട്ടിച്ച് അവിടെ വലിയൊരു ഭയാനകമായ അന്തരീക്ഷം സൃഷ്ടിച്ചത്. അവർ പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കുണ്ടായി. ഇതേപോലെ തന്നെ BJP ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കുപ്രസിദ്ധമായ പാർലമെന്റ് ആക്രമണം നടക്കുന്നത്. അതെന്തുകൊണ്ടാണ് ഈ BJP ഭരിക്കുമ്പോൾ ഈ പാർലമെന്റിൽ ലോ ആൻഡ് ഓർഡർ കീപ്പ് ചെയ്യാനും അവിടെ സെക്യൂരിറ്റി ഉറപ്പാക്കാനും കഴിയാതെന്നുള്ളൊരു ക്വസ്റ്റ്യന് സർക്കാർ മറുപടി പറയേണ്ടതുണ്ട്. ഇനി ഈ പ്രശ്നം തന്നെ എടുക്കുക. ഇപ്പോൾ പാർലമെന്റ് ആക്രമണം പോലെ ഒരു ഭീകരാക്രമണമല്ല, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ മാസങ്ങൾ കണ്ടുപോലെ അവരുടെ ഒരു പ്രതിഷേധ സമരവുമല്ല. ഇത് പാർലമെന്റിനകത്തെ MP മാർ തമ്മിൽ ഇങ്ങനൊരു ഏറ്റുമുട്ടൽ ഉണ്ടാകുമ്പോൾ രാഹുൽ ഗാന്ധി പിടിച്ച് തള്ളി എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ CCTV ക്യാമറയൊന്നുമില്ലേ? ആ ഫുട്ടേജ് കാണിച്ചു കൊടുത്താൽ മതിയല്ലോ, അത് രാഹുൽ ഗാന്ധി തള്ളി എന്ന് പറഞ്ഞിട്ട് ഫുട്ടേജ് കാണിച്ചു കൊടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത് ആരും ഈ ഫുട്ടേജുകൾ വിടുന്നില്ല. എന്ന് മാത്രമല്ല, നമുക്ക് ലഭ്യമായ ഫുട്ടേജുകളിൽ എവിടെയും രാഹുൽ ഗാന്ധി ഇല്ല. നമുക്ക് ലഭ്യമായ ഫുട്ടേജുകളൊന്നും രാഹുൽ ഗാന്ധി ആ പരിസരത്ത് പോലും ഇല്ല. നാഗാലാൻഡിൽ നിന്നുള്ള എന്തോ കോഗ്നിയാക് എന്ന് പറയുന്ന ഒരു MP, BJPയുടെ MP പറയുന്നത് രാഹുൽ ഗാന്ധി ആ സ്ത്രീയെ ആക്രമിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു ആക്രമണകാരിയായ ഒരു മനുഷ്യനാണ്, അദ്ദേഹം ഒരു ഉന്തിലും തള്ളിലും ഒക്കെ ഇങ്ങനെ ആളുകളെയൊക്കെ മാൻ ഹാൻഡിൽ ചെയ്യുന്ന മനുഷ്യനാണ് എന്ന ഒരു ഇമേജ് അദ്ദേഹത്തെക്കുറിച്ചില്ല, അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾക്ക് പോലും ഇല്ല. ഇനി എങ്ങാനും രാഹുൽ ഗാന്ധി അങ്ങനെ ചെയ്താൽ പ്രതാപ് സാരംഗിക്ക് ഇങ്ങനെയൊന്നും അല്ല പരിക്കേൽക്കുക. കാരണം അദ്ദേഹം ജൂഡോ ചാമ്പ്യനാണ്. രാഹുൽ ഗാന്ധിയുടെ കൈയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ അത്രയുണ്ട്. അമ്മാതിരി ഫിറ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. രാഹുൽ ഗാന്ധി അങ്ങനെ തല്ലി കഴിഞ്ഞാൽ പ്രതാപ് സാരംഗി തീർന്നു പോകും. അപ്പോൾ അഭിനയിക്കുമ്പോൾ കുറച്ചുകൂടി വിശ്വസനീയമായി അഭിനയിക്കണം. പക്ഷേ ഈ അഭിനയം കൊണ്ടൊന്നും അംബേദ്കർക്കെതിരായ പരാമർശം, ആ പരാമർശത്തിൽ BJPക്കും അമിത്ഷായ്ക്കും ഉണ്ടായിട്ടുള്ള ഡാമേജ് പരിഹരിക്കാൻ കഴിയില്ല എന്ന് BJP ഈ അവസരത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയേക്കുവാണ്. ഇനി ചിലപ്പോൾ അറസ്റ്റ് ചെയ്യാം. 7 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ചാർത്തിയിട്ടുള്ളത്. BJP അതിൻ്റെ ഏതറ്റം വരെയും പോകും. അപ്പോൾ ഈ ജാള്യത മറിക്കാനാണോ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ? അല്ല, അത് തീർച്ചയായിട്ടും. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്നുള്ള നിലക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിലേറ്റവും സംഭാവന ചെയ്തിട്ടുള്ളത് BJP ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. മുമ്പ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് എന്താണ് പപ്പു പരിഹാസം, നമ്മുടെ VS അച്യുതാനന്ദൻ വരെ അദ്ദേഹത്തെ അമുൽ ബേബി എന്ന് പറഞ്ഞ് പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് അങ്ങനത്തെ ഒരു ഇമേജിന് നോക്കൂ, അതിന് ഫിറ്റാകുന്ന ചില എന്താ പറയുക അംഗവിക്ഷേപങ്ങളൊക്കെ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുണ്ടായിരുന്നു. ആ നിലക്ക് വളരെ സീരിയസ് ആയിട്ട് പൊളിറ്റിക്സ് സംസാരിക്കാനോ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ പറ്റുന്നൊരവസ്ഥയിലായിരുന്നില്ല രാഹുൽ. പക്ഷേ അദ്ദേഹം വിമർശനങ്ങളിലൂടെ വളർന്ന, ഈ പരിഹാസങ്ങളിലൂടെയും വിമർശനങ്ങളിലൂടെയും വളർന്ന ഒരു നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തെ തന്നെ എന്താ പറയുക റീഇൻവെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും മികച്ച ഭാഷയിൽ രാഷ്ട്രീയം സംസാരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവായിട്ട് രാഹുൽ ഗാന്ധി മാറിയിട്ടുള്ള ഒരു വസ്തുതയാണ്. അത് ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ദേശീയ രാഷ്ട്രീയത്തിൽ ഗൗരവമുള്ള രാഷ്ട്രീയം സംസാരിക്കുന്ന നേതാക്കൾ വളരെ കുറഞ്ഞു പോയൊരു കാലം കൂടെയാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ അത്തരം രാഷ്ട്രീയം സംസാരിക്കുക CPMൻ്റെ നേതാക്കന്മാരായിരുന്നു. അങ്ങനെ നമ്മൾ കാണുന്നേ ഇല്ല. ഇപ്പം സീതാറാം യെച്ചൂരി പോയതോടുകൂടി ആ ഒരു മേഖല പൂർണ്ണമായും ശൂന്യമാണ്. കഴിഞ്ഞ ഈ പാർലമെൻറ്റ് സെഷനിലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഞാനന്ന് പറഞ്ഞു, ഇന്ത്യൻ പാർലമെൻ്ററി ഹിസ്റ്ററിയിൽ തന്നെ ഒരു കോൺഗ്രസ് നേതാവ് നടത്തിയിട്ടുള്ള ഏറ്റവും വിപ്ലവാത്മകമായ പ്രഭാഷണം എന്ന് പറയാവുന്ന ഈ ഏകലവ്യൻ്റെ പെരുവിരൽ ഉദ്ധരിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗം. അങ്ങനെ ഒരു പ്രസംഗം ഒരു കോൺഗ്രസ് നേതാവ് ഇതുവരെ പാർലമെൻറ്റിൽ നടത്തിയിട്ടില്ല. അപ്പോൾ ആ നിലക്ക് ആശയപരമായി, രാഷ്ട്രീയമായി, നേതൃപരമായി സ്വയം കണ്ടെത്തി കഴിഞ്ഞ ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി. അപ്പോൾ ആ ഒരു യാത്രയിൽ, ഒരു സെൽഫ് ഡിസ്കവറിയുടെ ആ യാത്രയിൽ രാഹുൽ ഗാന്ധിയെ ഏറ്റവും സഹായിച്ചത് BJP ആണെന്നുള്ളൊരു വസ്തുതയാണ്. കാരണം രാഹുൽ ഗാന്ധിയെ മുൻനിർത്തി BJP നടത്തുന്ന ആക്രമണങ്ങൾ അദ്ദേഹത്തിന് ഗുണമാവുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്ന് മാത്രമല്ല, നമ്മുടെ രാഷ്ട്രീയ ചർച്ചയുടെ കേന്ദ്രസ്ഥാനത്ത് പലപ്പോഴും രാഹുൽ ഗാന്ധി വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയം എല്ലാ നിലക്കുമുള്ള പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് അതിൻ്റെ കേന്ദ്രസ്ഥാനം മോഡിയെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ ചർച്ചകൾ എന്നുള്ളതായിരുന്നു. അത് രാഹുലിനെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ ചർച്ചകൾ ധാരാളമായിട്ട് വരുന്നത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഗുണകരമാണ്.
ഇപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് അംബേദ്കർ വിഷയത്തിൽ അംബേദ്കറെ മുൻനിർത്തിയിട്ടുള്ള ഒരു പ്രക്ഷോഭം പാർലമെൻറ്റിനകത്താണെങ്കിലും പുറത്താണെങ്കിലും ഇന്ത്യൻ സമൂഹത്തിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നതാണ്. നമ്മൾ കാണേണ്ട കാര്യം അംബേദ്കർ എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസം ഇന്ത്യയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടൊരു ഘട്ടം ഏതാണെന്ന് ഓർമ്മയുണ്ടോ? 1ാം മോഡി കാലഘട്ടത്തിൽ ഈ നമ്മുടെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ രോഹിത് വെമുലയുടെ മരണം, ആത്മഹത്യ നടക്കുന്നു. അതിനുശേഷം ഉണ്ടായുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭ കാലത്താണ് ഇന്ത്യയിൽ അംബേദ്കറുടെ പടം പിടിച്ചിട്ടാണ് വിദ്യാർത്ഥികൾ അന്ന് പ്രക്ഷോഭത്തിനിറങ്ങിയത്. അംബേദ്കർ ധാരാളമായി വായിക്കപ്പെട്ട് വിടുന്ന ഒരു അവസ്ഥയുണ്ടായി. അംബേദ്കർ ചിന്തകളെക്കുറിച്ചുള്ള ചർച്ചകളുണ്ടായി. അത് നമ്മൾ മനസ്സിലാക്കേണ്ട അംബേദ്കർ എന്തോ ഒരു ദലിതർക്കിടയിലെ ഒരു ഐക്കോൺ എന്ന് മാത്രമായി നമ്മൾ ചുരുക്കി കാണുന്നത്. ഇന്ത്യയിൽ വായിക്കുന്ന എന്താണ് റീഡിങ് എലീറ്റ്സ് എന്ന് പറയാവുന്ന രാഷ്ട്രീയ ബോധമുള്ള യുവതലമുറക്കിടയിൽ ഇന്ന് ഏറ്റവും അധികം വായിക്കപ്പെടുന്ന ഒരു ദാർശനികൻ അംബേദ്കർ മാറിയിട്ടുണ്ട്. അതൊരു വസ്തുതയാണ്. അത് ദലിതരുടെ ഇടയിൽ മാത്രമല്ല, റീഡിംഗ് എലീറ്റ്സ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ ബോധമുള്ള യുവജനങ്ങൾക്കിടയിൽ, വിദ്യാർത്ഥികൾക്കിടയിൽ ഏറ്റവും ആകർഷിക്കപ്പെടുന്ന ഇന്ത്യൻ രാഷ്ട്രീയ ദാർശനികൻ എന്ന സ്ഥാനത്താണ് അംബേദ്കർ നിൽക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു റാലിയിങ് ഫോഴ്സായിട്ട് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ, അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്ക് ഇന്ന് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ അസറ്റാണ് അത്. ആ അംബേദ്കറിൻ്റെ ലെഗസിയെ മുൻനിർത്തി കോൺഗ്രസ് ഒരു സംഘാടനം നടത്തുന്നതെന്ന് പറയും BJPയെ സംബന്ധിച്ചത് അത് പ്രയാസം ഉണ്ടാകും, രാഷ്ട്രീയമായി പ്രയാസം ഉണ്ടാക്കുന്നതാണ്. അത് ഏറ്റവും നല്ല രീതിയിൽ ലീഡ് ചെയ്യാൻ രാഹുൽ ഗാന്ധിക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലായിരിക്കും ഈ പറയുന്ന പ്രതാപ് ചന്ദ്ര സാരംഗി അദ്ദേഹത്തിൻ്റെ അഭിനയമൊക്കെ വരുന്നത്. ഈ പ്രതാപ് ചന്ദ്ര സാരംഗിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാവും. അജിംസ് പറഞ്ഞു ധാരാ സിംഗിൻ്റെ ആ ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ കൊലപാതകം നടക്കണം, ഇതിൻ്റെ ചീഫാണ് അയാൾ, ആ ബജ്രംഗ് ദളിൻ്റെ ചീഫാണ്. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് BJP ഉയർത്തിയ കഴിഞ്ഞ മോഡി മിനിസ്ട്രിയിൽ അദ്ദേഹം സഹമന്ത്രിയായിരുന്നു, ഡയറി ഫിഷറീസിൻ്റെ ഒക്കെ സഹമന്ത്രി. അന്ന് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഫോട്ടോ, കുടിലിൽ നിന്ന് വരുന്ന ആൾ, സൈക്കിൾ ചവിട്ടുന്ന ആൾ അങ്ങനെ ലാളിത്യത്തിൻ്റെ ഇതിൻ്റെയൊക്കെ ഭയങ്കര പ്രതീകമായിട്ട് നമ്മുടെ നാട്ടിൽ വരെ BJP ഹാൻഡിലുകൾ വ്യാപകമായിട്ട് പ്രചരിപ്പിച്ച ഒരു കാഴ്ചയാണ്. ഒരു മനുഷ്യനെ ഒരു മനുഷ്യനെയും ഭാര്യയും കുഞ്ഞു മക്കളെയും ജീവനോടെ ചുട്ടുകൊന്നതിനെ ന്യായീകരിച്ച ഒരു എന്താ പറയുക, ഒരു ക്രിമിനൽ സംഘത്തിൻ്റെ നേതാവായിരുന്നു മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരാളെ പിടിച്ച് മന്ത്രിയാക്കുന്നു, എന്നിട്ട് ആ മനുഷ്യൻ്റെ മഹത്വം പാടിപ്പുകയത്തുന്നു. അദ്ദേഹം തന്നെയാണ് ഈ നാടകത്തിനെയും കേന്ദ്രസ്ഥാനത്ത്. ഇതിൽ നമ്മൾ കാണേണ്ടത് രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള കേസ് 5 വകുപ്പുകളാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ IPSC മാറിയതുകൊണ്ട് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. BNSലെ 5 വകുപ്പുകൾ. BNSലെ 117ാമത്തെ വകുപ്പ് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വോളണ്ടറിലി കോസിങ് ഗ്രീവസ് ഹേർട്ട്. വെറുതെ അല്ല ICUയിൽ പോയത്. അപ്പോൾ BNS 117 വോളണ്ടറിലി കോസിങ് ഗ്രീവസ് ഹേർട്ട്. BNS 115 വോളണ്ടറിലി കോസിങ് ഹേർട്ട്. ഗ്രീവസ് ഹേർട്ടിന് ഒരു വകുപ്പാണ്, സാധാ ഹേർട്ടിന് വേറെ വകുപ്പാണ്. പിന്നെ BNS 125 അതെന്താണെന്ന് പറയുക, എൻഡേഞ്ചറിങ് ലൈഫ് ഓർ പേഴ്സണൽ സേഫ്റ്റി. സാരംഗിയുടെ ജീവൻ തന്നെ അപകടത്തിലാക്കിയ ഒരു സംഭവമായിരുന്നുള്ളതാണ്. പിന്നെ BNS 131 യൂസ് ഓഫ് ക്രിമിനൽ ഫോഴ്സ്. പിന്നെ BNS 351 ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ. ഇങ്ങനെ 1, 2, 3, 4, 5 BNSലെ 5 ഗുരുതരമായ വകുപ്പുകൾ ഇട്ടിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു. ചിലപ്പോൾ ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ ശിക്ഷ വിധിക്കപ്പെട്ട ഒരാൾക്ക് പിന്നെ മത്സരിക്കാൻ പറ്റില്ല എന്നുള്ളൊക്കെ വകുപ്പുണ്ടല്ലോ, അതിനുള്ള വല്ല സാധ്യതയും നോക്കുകയാണെന്ന് അറിയില്ല. അപ്പോൾ ആ കോലാറിലെ പ്രസംഗത്തിൻ്റെ പിന്നെ ഒരു പരമാവധി നോക്കിയതാണ്. അതെ, അത് നോക്കിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതായിരിക്കാം കാണുന്നത്. പക്ഷേ നമുക്കറിയാലോ, ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം കേസ് എന്ന് പറയുന്ന ഇത്തരം കേസുകൾ വലിയ ഒരു വിഷയമല്ല. പക്ഷേ BJP വിചാരിച്ചതിന് നേർ വിപരീതമായിട്ടാണ് കാര്യങ്ങൾ സംഭവിക്കുക. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആ ഒരു പൊളിറ്റിക്കൽ ലീഡർ, അദ്ദേഹത്തിൻ്റെ വളർച്ചയിലെ മറ്റൊരു സ്റ്റെപ്പ് കൂടെ ആയിരിക്കും ഈ കേസ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും. അത് മാത്രമല്ല ദാവൂദ് സാർ, ഇപ്പോൾ ഈ ദേശീയ വനിതാ കമ്മീഷൻ അത് വേറൊരു ഫ്ലേവർ, ഈ സംഭവത്തിന് വേറൊരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന നീക്കാണത്. അത് തീർച്ചയായിട്ടും. അതിപ്പോൾ മണിപ്പൂരിലെ 2 സ്ത്രീകളെ നഗ്നരാക്കി കൊണ്ട് നടന്നപ്പോൾ ഈ വനിതാ കമ്മീഷനൊക്കെ എവിടെയായിരുന്നു? ഇപ്പോൾ ഈ കമ്മീഷനൊക്കെ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ടല്ലോ എന്നോർത്ത് സന്തോഷമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അടിച്ചൊതുക്കും തോറും വീര്യം കൂടി വരുന്ന ഒരു നേതാവായി രാഹുൽ ഗാന്ധി മാറിയിട്ടുണ്ട്. തീർച്ചയായും അതിൽ ഒരു പക്ഷേ നാളെ രാഹുൽ ഏറ്റവും ഉന്നതമായൊരു സ്ഥാനത്ത്, ഒരു മികച്ച രാഷ്ട്രീയ നേതാവായി അദ്ദേഹം ഓരോ ദിവസവും മാറുമ്പോൾ അതിന് കടപ്പാടും BJPയുടെ തന്നെയായിരിക്കും ഭാവിയിൽ ഉണ്ടാവുക.